Friends, are you ready for today's class? Okay, in the last class, we over the chapter, fourth chapter, the flower is over. And till I move to the next topic, that is next chapter, that is fifth chapter, the pollination and fertilization. And also, you should write the review question and answers of the chapter 4 flower. Okay, and as we know that what is pollination and fertilization, isn't it? And what is pollination? The anthers of the stamens produce powdery materials that is called pollen, isn't it? You can see here the image of a pollination. And we know that the anthers of the stamen that produce a powdery material called pollen. ഇപ്പം നമുക്ക് ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അതിനകത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചു. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തെ പോളൻ ആന്തർ പഠിച്ചു. ആന്തറിനകത്ത് എന്തുണ്ടെന്ന് നമുക്കറിയാം, പോളനുണ്ട്. ആ പോളനുള്ളിൽ ദാറ്റ് ഇൻസൈഡ് ദ പോളൻ ഗ്രെയിൻസ് ആർ present, and the anthers of the stamens that produce a powdery material that is called the pollen. Okay, and inside that pollen or the pollen which constitutes the particles, that is called the pollen grains. Here you can see the image of pollen grains. Did you see it? Okay, and each pollen grain which contain a definite nucleus that is participate in the reproduction process. Okay, അപ്പോൾ ഓരോ പോളനകത്തും എന്തുണ്ട്, ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. ആ ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഫോർ ദ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോളൻ ഗ്രെയിൻസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ ന്യൂക്ലിയൈ ദാറ്റ് ഈസ് യൂസ്ഡ് ഓർ ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റീപ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, for initiating this process of fruit and seed, the first step is that the pollen must reach on the stigma. After that, ഇപ്പോൾ അല്ലെങ്കിൽ ഈ പോളൻ ഗ്രെയിൻസും ഓവറിയുടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പം ആദ്യം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ആ ഫ്ലവറിൻ്റെ ആ സ്റ്റിഗ്മയിലേക്ക് ഒരു പോളൻ ഗ്രെയിൻ വന്ന് ഇരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ് ഊസിങ് ഓർ പ്രൊഡ്യൂസ് എ പോളൻ ട്യൂബ് ഫോർ റീച്ചിങ് ഇൻ ടു ദ ഗൈനീഷ്യം ഓർ ദ ഓവറി, അല്ലേ? അപ്പം ഓവറിയിൽ ചെന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഫ്യൂഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഫെർട്ടിലൈസ്ഡ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ദാറ്റ് ഈസ് ദ പോളൻ മസ്റ്റ് റീച്ച് ദ സ്റ്റിഗ്മ. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസ് എവിടെ ചെല്ലണം, ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായ ഫസ്റ്റ് സ്റ്റിഗ്മയിലേക്ക് വന്ന് എത്തണം. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ് ഓർ ദ 3 പ്രിൻസിപ്പൽ വേസ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനീഷ്യൽ സ്റ്റെപ്പ് നടക്കണമെങ്കിൽ അതിനൊരു 3 സ്റ്റെപ്സ് വഴിയാണ് അത് നടക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ദ പോളൻ ഓഫ് ദ സെയിം ഫ്ലവർ മേ ഫോൾ ഓൺ ഇറ്റ്സ് സ്റ്റിഗ്മ ബൈ ഇറ്റ്സ് ഓട്ടോഗമി. അപ്പം നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പോളിനേഷൻ 2 ടൈപ്സ് ഉണ്ട്, സെൽഫ് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസും ഉണ്ട്. സെൽഫ് പോളിനേഷനും ഉണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനും വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നോക്കി, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെയിം പ്ലാന്റിൻ്റെ 2 ഫ്ലവർ തമ്മിൽ സെയിം ഫ്ലവറിൽ തന്നെ ഈ ഒരു ഫ്യൂഷൻ പ്രോസസ്സിങ് നടക്കുന്നു. അപ്പോൾ എന്തുമായിരിക്കും ആദ്യം, ഒരു ഫ്ലവർ നമുക്കറിയാം, മോസ്റ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പം ആ ബൈസെക്ഷൽ ഫ്ലവറിനകത്തെ ആ മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ ഈ പോളൻ എന്തോ ചെയ്യുന്നുണ്ട്, അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വന്ന് ഇരിക്കും. ദ പോളൻ ഓഫ് ദ സെയിം ഫ്ലവർ മേ ഫോൾ ഓൺ ഇറ്റ് സ്റ്റിഗ്മ ഇറ്റ് സെൽഫ്. അങ്ങനെ ഇരിക്കുന്നതിനെയാണ്, അല്ലെ അങ്ങനെ വരുന്നതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ഓട്ടോഗമി. ഓക്കെ, ഇനി സെക്കൻഡ് പോസിബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ പോളൻ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഇപ്പോൾ ഒരു പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിൽ എന്ത് നടക്കും, ഇതേ പ്രോസസ്സ് നടക്കും. ദാറ്റ് ഈസ് കോൾഡ് ജെനിറ്റോഗമി. ഓക്കെ, അപ്പം ഒരേ പ്ലാന്റിലെ 2 ഫ്ലവേഴ്സിലും ഈ ഒരു പ്രോസസ്സിങ് നടക്കും. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ the pollen of a flower of another plant of the same species may fall on the stigma. That is called allogamy. Okay, 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ ഈ ഒരു പോളിനേഷൻ നടക്കുന്നതിനെയാണ് അല്ലോ മീൻസ് അതർ. ഓക്കെ, ദ പോളൻ ഓഫ് ദ ഫ്ലവർ ഓഫ് അനദർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ്, ഒരേ സ്പീഷീസിലുള്ള
രണ്ട് പ്ലാന്റ് തമ്മിലുള്ള ഒരു പോളിനേഷൻ പ്രോസസ്സിനെയാണ് അല്ലോഗമി എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ഈ അല്ലോഗമി അല്ലെങ്കിൽ ഈ ഒരു പോളിനേഷൻ നടക്കണമെങ്കിൽ certain agents are required. The transfer can be occur through some pollinating agents, that is wind, insects or other agents, and which is termed as the cross pollination. Okay, we can say that what is pollination? Pollination is a process of transfer of pollen grains from the stigma to the anther to the stigma of the flower. Okay, once again I repeat, pollination is the process of transfer of pollen grains from the anther to the stigma. That is about the pollination. Okay.